ബഡ്ജറ്റ്. അതിന് നിനക്ക് എന്തും മേടിക്കാം. നമ്മളെല്ലാവരും വീഡിയോ എടുക്കും, നമ്മുടെ വീഡിയോ കാര്യമില്ല. ലൊക്കേഷൻ നമ്പർ 2. എന്താണ് ഉദ്ദേശം മനസ്സിലാവണില്ല. എന്തോ കാര്യം. നിന്റെ കമ്മലെവിടെ? സന്തോഷം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശരിക്കും ഒരു ട്രാവൽ ബ്ലോഗർ. ആക്ച്വലി എന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അറിയാം, ഞാൻ ബാഗ് ഒക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഓഫീസിൽ പോകണം, പക്ഷെ എവിടെയാണെന്നുള്ള ഞാൻ ഇപ്പോഴും പറയില്ല. ഡെസ്റ്റിനേഷൻ എത്തിയതിനു ശേഷം ഓക്കെ. അപ്പോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ. ഇനി ബാക്കി ട്രിപ്പിന്റെ വിശേഷങ്ങള്, അവിടെ പോയിട്ടുള്ള വിശേഷം, പോകുന്ന വിശേഷം, ബസ്സിലുള്ള വിശേഷം എല്ലാം വഴിയെ നമുക്ക് പറയാം. ആൻഡ് ചേട്ടൻ ട്രിപ്പിന് വരുന്നില്ല, അതുകൊണ്ട് അറിയത്തില്ല. ചേട്ടൻ ഫാമിലിയുടെ മാത്രമായിട്ട് ട്രിപ്പ് പോകും, നമ്മളോട് വരാറില്ല. അത് ചേട്ടൻ ഇല്ല. പക്ഷെ നമ്മുടെ ബാക്കി ആനന്ദും ബാക്കി എല്ലാരും ഉണ്ട്. ട്രിപ്പിന്റെ വിശേഷമൊക്കെ ബാക്കി ഇനി കാണാം. അപ്പോ അതിലേക്ക് അങ്ങനെ ഒരു 3:15 ആയപ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് നിന്ന് എലിച്ചേച്ചിയ വ്ളോഗ് ചെയ്യുന്നത്. ഇതിൽ കാണാൻ പറ്റാത്തതൊക്കെ നിങ്ങൾക്ക് ആ വ്ളോഗിൽ കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ കുറച്ച് പുച്ഛവും പരിഹാസമൊക്കെ കേൾക്കണമല്ലോ, അതായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ ഹായ് പറഞ്ഞതായിരുന്നു. അങ്ങനെ ബസ് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പതുക്കെ ബസ്സിലോട്ടൊക്കെ കയറി. ഞങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഓഫീസിൽ തന്നെ നിൽക്കുമായിരുന്നു. കാരണം വീട്ടിൽ പോയിട്ട് വരാൻ തന്നെ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഓഫീസിൽ തന്നെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ബസ് വന്നപ്പോൾ നേരെ കയറുമായിരുന്നു. 3 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ് വന്നപ്പോൾ തന്നെ ഒരു 3:15 സ്വാഭാവികമാണല്ലോ. പിന്നെ എല്ലാവരും ബാഗൊക്കെ വെച്ച് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് പതുക്കെ ഞങ്ങളുടെ ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്നുള്ളത് ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ പറഞ്ഞുതരാവേ. പിന്നെ ബസ്സിൽ കയറി അപ്പോഴത്തേനും എല്ലാവരും വൈബായി. പിന്നെ അജ്മലിൻ്റെ വക അറ്റൻഡൻസ് ഒക്കെ എടുത്ത് അപ്പം അപ്പുറത്ത് ചേച്ചി വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അറ്റൻഡൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ജേണി. പിന്നെ ബസ്സിലെ പാട്ടും കൂത്തും ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സുഖം ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടത്. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് KR ബേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ തോന്നിയില്ല, എന്തെങ്കിലും ചായയോ കോഫിയോ കുടിക്കാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചെറിയ രീതിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ ചെറിയ രീതിക്ക് എനിക്ക് പ്രത്യേകം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അജ്മൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ട്രിവാൻഡ്രത്തുനിന്ന് ഞാൻ വണ്ടിക്കറിയപ്പോ തോട്ടായിരുന്നു. തീർത്ത് ഇപ്പൊ നമ്മള് കാഞ്ഞിരപ്പള്ളി എത്തി. അപ്പൊ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോട്ടലിലോട്ട് പോകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം ബേക്കറി ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ചായ അത് കഴിഞ്ഞിട്ട് ഈ റൂമിൽ പോയിട്ട് റൂമും ഹോട്ടലും ഈ സ്വീറ്റ്സ് ഉണ്ട്. ഞാൻ ബേണിക്ക് സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ ബേണി? ഏതാ വേണ്ടേ? ശരി, ഏതാ വേണ്ടേ പറ, ഞാൻ മേടിച്ചത്. വില കൂടിയ വല്ല ഐറ്റം പറഞ്ഞാൽ ഞാനിപ്പോ കയ്യൊഴി ഗൈസ്. ഇല്ല, ഇവൻ എന്റെ അടുത്ത് ന്യൂട്ടല്ല ചോദിച്ചു, ഞാൻ മേടിച്ചു കൊടുക്കൂല. 50 രൂപ ബഡ്ജറ്റ്, അതിന് നിനക്ക് എന്തും മേടിക്കാം. വാട്ട് യു വാണ്ട്? വിച്ച് വൺ യു വാണ്ട്? Come on, Bernie. Okay, Bernie, അപ്പൊ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാം. Okay, your countdown starts now. വേണ്ടേ? But why? ഞാൻ പേടിപ്പിച്ച് പറയുമ്പോൾ ഇരിക്കുന്നല്ലോ. അങ്ങനെ അവിടുത്തെ ആ കോലാഹലമൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ സ്നാക്സ് ഒക്കെ ബസ്സിൽ ഇരുന്ന് കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി.
അങ്ങനെ സ്പീക്കറിലെ പാട്ടും ജിബിൻ ചേട്ടൻ്റെ പാട്ടും ഒക്കെ കേട്ട് ഞാൻ ഈ വൈബ് വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ഉറക്കമായിരുന്നു ഫുൾ ടൈം. അപ്പം അതേ ഇപ്പുറത്ത് ബസ്സിൽ കിടന്ന് ഭയങ്കര അലമ്പെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് ആ പാട്ടിട്ടതിൽ ഇടണമെന്നുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് വന്നാൽ എനിക്കിനി വയ്യ ഒന്നേന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ അതിടുന്നില്ല. ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ആ ബഹളത്തിനിടയിൽ ഞാൻ അതൊക്കെ കണ്ട് വൈബ് അടിച്ചതല്ലാണ്ട് ഞാൻ ഡാൻസിന് പോയിട്ട് ഒന്നിനാ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, സ്ഥലം എത്തുമ്പോൾ അല്ലാണ്ട്. അങ്ങനെ ആ ബഹളത്തിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ നേരെ സ്പോട്ടിലേക്ക് ഒറ്റപ്പിടിയായിരുന്നു. വേറെ ഒരിടത്തും വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. സസ്പെൻസ് അവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് എൻ്റെ ഫോണിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അയ്യോ എന്താ പറയുക, ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഡെസ്റ്റിനേഷൻ അടുത്തടുത്ത് എത്തി. സോ ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. അയ്യോ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന കോട്ടേജ് റെസിഡൻസി. ഓക്കെ, അവിടെ പാറയുടെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന്, അത് ഫുൾ ആൾക്കാരാ. ആ റൂഫ് ടോപ്പിലുള്ളതാണ് നമ്മുടെ പൂള്. ഓക്കെ, ബാക്കിനകത്ത് കയറി നമ്മളെത്തി. Hello guys. 151 എല്ലാം ചേച്ചിക്ക് വേണ്ടിയാണ്. ചേച്ചിയുടെ ഫുൾ സാധനം ഇതിനകത്തുണ്ട്. ചേച്ചിയാണ് സ്പോൺസേർഡ് ബൈ ദേവിക. മതി, ഇനി കൂടുതലാക്കണ്ട, ഓറാക്കണ്ട. ഇനി നമുക്ക് കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നുണ്ടല്ലേ റൂമിൽ പോവാന്ന്. യെസ്, നമ്മൾ എന്തായാലും റൂമിലോട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഇവൻ പറഞ്ഞ റൂമിനെ കുറിച്ചിട്ടൊന്നും ഞാൻ നോക്കിയിരുന്നില്ല ആക്ച്വലി. കാരണം എനിക്ക് അവിടെ വരുമ്പോ കണ്ടാ മതി ഇത്. യു മഴ ഇല്ല, മഴ. ഞാൻ പറഞ്ഞോണ്ട് വന്നത് ആക്ച്വലി ഇതൊക്കെ ഒരു ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല. കാരണം അവിടെ ചെല്ലുമ്പോ കണ്ടാ മതി എന്നുള്ളതായിരുന്നു. ആൻഡ് ലിറ്ററലി എനിക്ക് ഈ റിസോർട്ട് അറിയാം. എന്റെ ഒരു കസിൻ ചേട്ടൻ ഇതിനു മുമ്പ് ഞങ്ങൾ കസിൻസ് വരാൻ പ്ലാൻ ചെയ്തപ്പോ എനിക്ക് പറഞ്ഞു തന്ന റിസോർട്ടായിരുന്നു ഇത്. സോ ഇത് കണ്ടപ്പോ ഞാൻ ഇതാണോ അങ്ങനെ. ഓക്കെ, ഇതിന്റെ ലേഡീസിന് 2nd ഫ്ലോർ ആണ്. ഞാൻ റൂം ഷെയർ ചെയ്യുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, മഴയാ. ബിബി ചേച്ചി എലിസബത്തിന്റെയും കൂടെ ആയിരിക്കും. എനിവേ നോക്കട്ടെ, ഇനി റൂമിനകത്ത് കയറിയിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു റൂമാണ് സിംഗിൾ റൂമായിട്ടുള്ളത്. അപ്പം ആയിരിക്കും ബെറ്റർ. നോക്കാം. ഓക്കെ, ബാക്കി വിശേഷമൊക്കെ വയ്യേ. ഇന്ന് എന്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാന്നറിയില്ല. ഇപ്പൊ തന്നെ ടൈം ആയി. പക്ഷെ അത് ഞാൻ ചെയ്ത ടൈമിലാണ് കേട്ടോ. ഞാൻ റൂം കാണിച്ചു തരാം. ഒരു റൂം വന്നിട്ട് ഇവിടെ സോഫ, ഒരു ഡൈനിങ്, വാഷ് ബേസിൻ, പിന്നെ ഒരു റൂമുണ്ട്. 2 പേർക്ക് പറ്റുന്ന ഒരു റൂമുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ആൻഡ് ഇത് വാഷ്റൂം ഉണ്ട്. ഈ ഡോറാണ്. ഓക്കെ, ദിസ് വൺ ഇസ് ബാൽക്കണി. നൈസ്. ഓക്കെ, അതാണ് ഈ ബാൽക്കണി. ഇറങ്ങിക്കഴിഞ്ഞാൽ അഗൈൻ ഇപ്പൊ ലൈറ്റൊന്നും ഇടുന്നില്ല. റൂം. ഓക്കെ, ഇതാണ് റൂമിന്റെ ഒരു ഫുൾ വ്യൂ. ഇനി അവിടെ നിന്ന് ഇപ്പോഴത്തെ കുട്ടി റൂമുണ്ട്.
അതും ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി ബാൽക്കണി, വാഷ്റൂം, പിന്നെ ഒരു ഷെൽഫ് ഉണ്ട്. ഇവിടുത്തെ ബാൽക്കണി കൂടെ വ്യൂ. ഓക്കെ, ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇതാണ് ഈ ബാൽക്കണിയുടെ വ്യൂ. ഓക്കെ, സോ ഇതാണ് സോഫ, ഡൈനിങ്, റൂം ആൻഡ് ഒരു വാർഡ്രോബ് ഉണ്ട് ആൻഡ് വാഷ്റൂം കാണിക്കുന്നില്ല. ആൻഡ് ബാൽക്കണി. സോ ഇതാണ് ഇവിടെ പൂള്. ഒരു എല്ലാവർക്കും റിസോർട്ട് സ്റ്റേ എന്നൊക്കെ പറയുമ്പോൾ പൂളാണല്ലോ മെയിൻ ഹൈലൈറ്റ്. സോ ഇവിടത്തെ പൂള് താണ്. വലിയ ആടൊന്നുമില്ല, ബട്ട് നൈസ്, നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭയങ്കര വെയില. ഇവിടെ നിന്നുള്ള വ്യൂ ആ കാണുന്ന ബിൽഡിംഗ് ആണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പൊ നമ്മള് പൂളിൽ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാം. ഇല്ലേ, ഫുഡ് കഴിക്കാൻ ഓക്കെ. ഈ ഗൗരി കണ്ട പൊന്നും കൊടുക്കുന്ന പൊട്ട്. ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാൻ പോണ്ടേ, കഴിക്കാൻ പോണ്ടേ. സ്കിപ്പിഡിയർസ്. അതെ, ഞാനാണ് പൈസ പൈസ. ഭയങ്കര മഴയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇത് മഞ്ഞുകൊണ്ട് മൂടി, ഒന്നും കണ്ടുകൂടാ. ആക്ച്വലി ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാനായിരുന്നു പ്ലാൻ, പക്ഷെ മഴ ആയതുകൊണ്ട് ഇത് ഡൗട്ട് ആടി. എന്തായാലും ഭയങ്കര മഴ, പക്ഷെ കാണാൻ നല്ല രസം. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കൊട പിടിച്ച് വരുന്നേ. ട്രക്കിങ്ങിന് പോവെന്നുള്ളത് കണ്ടറിയാം. ഞങ്ങളെല്ലാരും ഇവിടെ വെയിറ്റ്. പോവാണെങ്കിൽ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ചെറുതായിട്ട് ഞങ്ങൾ കാർഡ്സ് ഒക്കെ കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് ആക്ച്വലി കാർഡ് കളിക്കാൻ അറിയില്ല, അവർ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല ഫൺ ടൈമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രക്കിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അജ്മൽ, നമ്മളെങ്ങോട്ടാ പോന്നേ? നമ്മള് ട്രക്കിങ്ങിനാ പോന്നേ. ട്രക്കിങ്ങിന്റെ ഫ്രണ്ട് വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ എലി ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക. ബാക്ക് വ്യൂ കാണണമെങ്കിൽ ഫസ്റ്റ് ട്രക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയ സ്പോട്ട്. എന്റെ ഫോണിൽ ഇത് എത്ര ഭംഗിയിൽ അറിയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര രസമുണ്ട്. അയ്യോ, ശരിക്കും നമ്മുടെ കണ്ണിൽ കാണുന്ന ആ ഭംഗി നമുക്കിതില് അറിയാം, ഫോണിൽ അറിയാൻ പറ്റുന്നില്ല. എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർക്ക് PP വേണോന്ന് പറഞ്ഞ് അങ്ങനെ PP മേടിച്ചു. ഇപ്പൊ എന്തായിരിക്കും ഇവിടെ അലമ്പരി. ഓക്കെ, ഇനി നമുക്ക് ഇവരൊക്കെ നടക്കുന്നതിന്റെ കൂടെ ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലൊക്കെ പോവാം. ഒരു
രക്ഷയില്ല എന്റെ പൊന്നോ. ലൊക്കേഷൻ നമ്പർ 2. സത്യാവസ്ഥ എന്നാൽ എല്ലായിടത്തും നോക്കുമ്പം ഒരേ കാഴ്ച തന്നെ, പക്ഷെ ഭയങ്കര എന്തോ ഒരു ഭംഗി. കോട കോട ജാദു 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 തണുപ്പല്ലേ. ഡെസ്റ്റിനേഷൻ നമ്പർ 3. ഇവിടെ എന്താന്ന് എനിക്കറിയില്ല. വാട്ടർഫോൾസ് ഉണ്ട്, ഒന്ന് കർമ്മച്ചട്ടൻ വാട്ടർഫോൾസ് ഉണ്ട്, കേവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സീസൺ ആണിപ്പോ എന്നാണ് എൻ്റെ കൂടെ വന്ന വ്ളോഗർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ എന്തായാലും സീസൺ ആയിരിക്കും അല്ലേ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുറച്ചുകൂടെ മേലിലാ കൊണ്ട് നിർത്തിയേ. എനിക്ക് തോന്നുന്നു വണ്ടിയെ പണിയെടുപ്പിക്കണ്ട, നമ്മൾ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ പാറയും കല്ലും കുന്നും മലകളും എല്ലാം താണ്ടി താണ്ടി നമ്മൾ ഇതാ പോകുന്നു. ഓക്കെ, ചേട്ടൻ വിചാരിച്ചു ഓഫ് റോഡ് ഞങ്ങൾക്ക് നടക്കാൻ വരാമെന്ന്. ഷെഡ് തന്നെ. ഓക്കെ, ഇനി ഞാൻ അവിടെ നടന്നെത്തുമ്പോൾ എന്ത് കാണുമെന്നുള്ളത് കാണിക്കാം. ഓക്കെ, ബൈ. ഈ ഒരു കുട്ടി വാട്ടർഫോൾസ് ഇതാണ് നമ്മളിവിടെ കാണാൻ വന്നേ. എനിക്കൊരു മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു വെള്ളം ഒരുമാതിരി. ഇതേ നിക്കുന്നവന്മാര് നമ്മുടെ കൂടെ ഉള്ളതാ കേട്ടോ. എന്തോ കാര്യമായിട്ട് ഉദ്ദേശിക്കണം. എന്താണ് ഉദ്ദേശം മനസ്സിലാവണില്ല. എന്തോ കാര്യമായിട്ട്. നിന്റെ കമ്മലെവിടെ? അത് മാറ്റി. അയ്യോ, അത് മാറ്റി ഞാൻ ഇതിലോട്ടായി. അതാണെങ്കിൽ കാണിച്ചു തരാം. എവിടെ? അതിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എസ്തെറ്റിക്സ് അറിയാത്തത് കൊണ്ട് അതിട്ട് കഴിഞ്ഞാൽ എന്നെ കണ്ണാപ്പി നോക്കിക്കളഞ്ഞു. നല്ലൊരു സാധനമായിരുന്നു. ഇപ്പത്തെ കണ്ണാപ്പി നല്ലത് പിന്നെ എന്ത് വിളിക്കാൻ പറ്റൂടാ. എനിവേ ക്രൗഡഡ് ആണ്. പിന്നെ അപ്പുറത്തെ സൈഡും ഇന്നൊരു വെള്ളച്ചാട്ടമാണ്. അത്രേ ഉള്ളൂ. ഇവിടെ ഇതാണ് കേവ്. അപ്പുറത്തെ സൈഡ് വാട്ടർഫോൾ, ഇപ്പുറത്തെ കേവ്. ഇത്രേ കാണാൻ പറ്റൂ കേവ് എന്ന് പറഞ്ഞു. ഇത് ബാറ്റ്സ്മാന്റെ കേവ് ആണ്. കുറെ വവ്വാലൊക്കെ ഇറക്കിയായിരുന്നു. എന്നിട്ട് കേവിന്ന് ഇങ്ങനെ വെള്ളം വന്ന് വാട്ടർഫോൾസിന്റെ വെള്ളത്തിന്റെ കൂടെ അവിടെ ജോയിൻ ചെയ്യും. അവിടെ നല്ല വ്യൂ ആണ്. എന്നിട്ട് നമ്മള് ഇങ്ങനെ കറങ്ങി നമ്മള് വന്ന വഴി പോവും. അങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് ഏതൊക്കെയോ ഡെസ്റ്റിനേഷനിൽ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ആനന്ദേ? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അയ്യോ, വിശേഷം കുറേ ഉണ്ട്, ഒന്നുമില്ല പറയാൻ. ബാക്കി ഇതിൽ പറയാം. നമ്മളെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ട്രെക്കിംഗ് കഴിഞ്ഞ് എത്തി. ആൻഡ് റൂമിൽ പോണം, ഫ്രഷ് ആവണം എനിക്കൊന്ന്. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണം. ഓക്കെ, ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പറയാം. ഓക്കെ, ബൈ. നമ്മള് നൈറ്റ് ഫുഡ് കഴിക്കാൻ പോവാം.
അങ്ങനെ നല്ല സംഭവ ബഹുലമായ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു വാക്കിന് പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചൂടുള്ള ചായ എന്തെങ്കിലും കുടിക്കാൻ തോന്നി. അങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്പുറത്തേക്ക് ഷോപ്പ് നോക്കിപ്പോയി. പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ടാബ്ലറ്റും കഴിച്ചിട്ട് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങി. പക്ഷേ ഉറങ്ങിക്കിടന്ന് എന്നെ അപ്പോഴപ്പോഴും ഓരോരുത്തരായിട്ട് തട്ടി എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ട്രിപ്പ് ഒന്ന് തുടങ്ങാനാണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ എന്തോ അതൊക്കെ എൻ്റെ എന്താ പറയുക ഓർമ്മയിൽ എവിടേക്കും ഉണ്ട്. പക്ഷേ നല്ല ഉറക്കമായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു എന്താ പറയുക ഒന്നും ലാസ്റ്റ് പറഞ്ഞു നിർത്താനൊന്നും പറ്റില്ല വ്ളോഗിൽ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് വ്ളോഗ്. ഓക്കെ, ഇനി സെക്കൻഡ് ഡേ ഉടനെ തന്നെ വരും. അപ്പം നമുക്ക് സെക്കൻഡ് ഡേയിൽ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.